ജീവൻ്റെ വഴി പ്രോഗ്രാമിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവനാകിയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവും ആകുന്നു. ഇവിടെ കർത്താവ് നമ്മളെ തന്നെ പഠിപ്പിക്കുകയാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ള എല്ലാവരും കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുവാനായിട്ട് നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. ഇങ്ങനെ നമ്മളുടെ കർത്താവിൻ്റെ അടുക്കിലേക്ക് നമ്മളുടെ ഭാരങ്ങളുമായിട്ട് നമ്മുടെ പ്രയാസങ്ങളുമായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ കർത്താവ് നമ്മളെ ആശ്വസിപ്പിക്കും എന്നാണ് പറയുന്നത്. അവിടെ ഒരു കാര്യം കൂടെ കർത്താവ് പറയുന്നുണ്ട്. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ. അപ്പോൾ കർത്താവ് എങ്ങനെയുള്ളവനാണ്? കർത്താവ് സൗമ്യതയും താഴ്മയുള്ളവനാണ്. അത് പഠിക്കാനാണ് നമ്മളോടും പറയുന്നത്. കർത്താവിൻ്റെ നുകം ഏറ്റുകൊള്ളണം. കർത്താവിൻ്റെ നുകത്തിൻ്റെ പ്രത്യേകത എന്താണ് അവിടെ പറയുന്നത്? എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു എന്നാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ വിചാരിക്കും, കർത്താവ് എന്നോട് എന്തായി പറയുന്നത്? നുകം ഏറ്റെടുക്കുക എന്ന്. നുകം എന്ന് പറയുന്നത് ഒരു ഭാരമുള്ള സാധനമല്ലേ? യോക്ക് നമ്മൾ എന്ന് പറയുന്നത് ഒരു ഭാരമുള്ള സാധനമല്ലേ? ഒരു കാളയുടെ മേളിൽ ഒരു നുകം വെക്കുമ്പോൾ അതിന് ഭാരമില്ലേ എന്ന് നമ്മളുടെ മനസ്സിൽ ഇങ്ങനെ വരും. കർത്താവിന് വേണ്ടി ജീവിക്കുന്ന പലർക്കും അങ്ങനെ ഒരു ചിന്തയുണ്ട്. കർത്താവിന് വേണ്ടി ജീവിക്കുക എന്ന് പറയുന്നത് ഭയങ്കര കഷ്ടമാണ്. കർത്താവിൻ്റെ വഴി അനുസരിച്ച് ജീവിക്കുക, കർത്താവിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ഒന്നുമല്ല. വളരെ ഒരു ഈസി ഗോയിങ് ലൈഫ് എനിക്ക് കിട്ടുകയില്ല എന്നുള്ള ഒരു ചിന്ത പലർക്കുമുണ്ട്. ആക്ച്വലി നമ്മളുടെ ദൈവത്തോട് ചേർന്ന് ജീവിച്ച് പോകുന്ന ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എൻ്റെ അനുഭവത്തിൽ നിന്നും എനിക്ക് പറയാൻ സാധിക്കും, കർത്താവിനോട് ചേർന്ന് ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം വളരെ സുഗമമായി തീരുന്നത്. കർത്താവിനോട് ചേർന്ന് ജീവിക്കുമ്പോഴാണ് നമ്മുടെ ടെൻഷനുകൾ ഇല്ലാതെയാകുന്നത്. കാരണം കർത്താവ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് എന്താണ്? ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ട, നിങ്ങളുടെ സകല ചിന്താകുലവും എൻ്റെ മേലിട്ടുകൊള്ളുവിൻ, ഞാൻ നിങ്ങൾക്കായി കരുതുമെന്നാണ് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഓക്കെ, കർത്താവിൻ്റെ ആ ചിറകിൻ്റെ മറവിൽ നമ്മളെ തന്നെ ഏൽപ്പിക്കുമ്പോൾ നമ്മൾ എത്ര സുരക്ഷിതരാണ് എന്നുള്ള ആ അനുഭവത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ നുകം എത്ര മൃദുവുമാണ്, ഈ ചുമട് ലഘുവുമാണ് എന്ന് നമ്മൾ വിചാരിക്കും. എപ്പോഴെങ്കിലും നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മുടെ തലയിലൊരു ഭാരം കൊണ്ട് നടക്കുമ്പോൾ നമുക്കത് ഭാരമായിട്ടാണ് തോന്നുന്നത്. പക്ഷേ ദൈവ പൈതലായിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും നമ്മുടെ ചുമടുകൾ കർത്താവിൽ ഏൽപ്പിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ കർത്താവ് അവിടെ താങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്കതിൻ്റെ ഭാരം അറിയാനായിട്ട് സാധിക്കുകയില്ല. കർത്താവ് നമ്മുടെ ആ നുകം കർത്താവ് ഏറ്റെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്കതിൻ്റെ ഭാരം നമ്മൾ അറിയുന്നില്ല. നമ്മളങ്ങ് സന്തോഷത്തോടെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവ് നമ്മളെ പഠിപ്പിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് തന്നെ അനുഗമിക്കാനാണ്. പലർക്കും അത് കേൾക്കുമ്പോൾ തന്നെ ഒരു പേടിയാണ്. അയ്യോ, ക്രൂശ്, കർത്താവ് ആ ക്രൂശ് ചുമന്നത് ഒരു ലോകത്തിൽ തടി കൊണ്ടുണ്ടാക്കിയ കുരിശ്, അത് തന്നെ എന്തൊരു ഭാരമായിരുന്നു. ഈ ലോകത്തിൽ ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കുമ്പോൾ ഞാൻ എന്തെല്ലാം തരത്തിലുള്ള നിന്ദകളും പരിഹാസങ്ങളും വേദനകളും അനുഭവിക്കേണ്ടി വരുന്നു. ഇതൊക്കെ എന്നെക്കൊണ്ട് താങ്ങാൻ പറ്റുന്ന ഒരു നുകമാണോ? ഇതൊക്കെ എന്നെക്കൊണ്ട് താങ്ങാൻ പറ്റുന്ന ഒരു ചുമടാണോ എന്ന് ചിന്തിച്ചു പോകാറുണ്ട്. പക്ഷേ കർത്താവ് പറയുകയാണ്, എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു. ഇത് നമുക്ക് അത്ര ഈസി ആയിട്ട് നമുക്ക് സാധിക്കുന്ന ഒരു കാര്യമല്ല. പക്ഷേ എന്നാലും നമ്മുടെ കർത്താവിനോട് ചേർന്ന് ജീവിക്കുമ്പോൾ, കർത്താവിനോട് ചേർന്ന് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മുടെ ജീവിതത്തിലെ അനാവശ്യമായ കാര്യങ്ങളെ എടുത്തു മാറ്റുമ്പോൾ ഈ കർത്താവിൻ്റെ സൗമ്യതയും കർത്താവിൻ്റെ താഴ്മയും നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മുടെ സകല ചിന്താകുലവും ദൈവത്തിൻ്റെ മേൽ ഇടുവാനായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഈ ഓരോ നുകവും ഓരോ ചുമടും ലഘുവും മൃദുവുമായി തീരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിനായിട്ട് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നാം ഏൽപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. മെയിനായിട്ട് നമുക്ക് ആ ഒരു സന്തോഷവും സമാധാനവും അനുഭവിക്കാനായിട്ട് നമുക്ക് മെയിനായിട്ട് നമ്മുടെ ജീവിതത്തിൽ വേണ്ടുന്നത് താഴ്മയാണ്. കർത്താവ് ഇവിടെ ആ വാക്യത്തിൽ മത്തായിയുടെ സുവിശേഷം 11:29 പറയുന്നുണ്ട്, ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ
എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ. കർത്താവിൽ നിന്ന് പഠിക്കാനാണ് കർത്താവ് പറഞ്ഞേക്കുന്നത്. നമുക്ക് അതുകൊണ്ട് നോക്കാം കർത്താവ് ഏതെല്ലാം ഏരിയകളിലാണ് തൻ്റെ താഴ്മ വെളിപ്പെടുത്തിയത്. താഴ്മയെന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും പറയുന്നത് ഞാനങ്ങ് ഏറ്റു, ഞാൻ ആരെയും തിരിച്ചു പറയുന്നില്ല, ഞാൻ ആരെയും ഉപദ്രവിക്കുന്നില്ല, അങ്ങനെയുള്ളത് അല്ല താഴ്മ. അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു പ്രൈഡാണ്, ഓക്കെ ഞാൻ താഴ്മയുള്ള ഒരാളാണ് എന്നുള്ള രീതിയിൽ മുൻപോട്ട് പോകാറുണ്ട്. അങ്ങനെയല്ല. താഴ്മ കർത്താവ് പല ഏരിയകളിൽ കാണിച്ചു, നമുക്കത് തിരിച്ചറിയാം. പലരെയും നമുക്ക് കാണാം, ആരോടും വഴക്കുണ്ടാക്കുന്നില്ലായിരിക്കും, ആരോടും ഒന്നും ചെയ്യുന്നില്ലായിരിക്കും, പക്ഷേ അതെല്ലാം നമുക്ക് താഴ്മയെന്ന് പറയാനായിട്ട് സാധിക്കില്ല. പക്ഷേ താഴ്മയെന്ന് പറയുന്നത് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് എന്നെയും നിങ്ങളെയും ഏൽപ്പിച്ചു കൊടുത്തിട്ട് കർത്താവിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുമ്പോഴാണ് ആ ഒരു മെൻറ്റാലിറ്റി, ഞാൻ എൻ്റെ കർത്താവിൻ്റെയാണ്, കർത്താവിൻ്റെ രീതി അനുസരിച്ചാണ് ഞാൻ ജീവിക്കുക എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലേക്ക് നമുക്ക് വരണം. കർത്താവിൻ്റെ താഴ്മ വെളിപ്പെടുത്തുന്ന പല ഏരിയകളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതേ താഴ്മ നമ്മുടെ ഉള്ളിലും വരണം. ഓക്കെ, അത് ഏതൊക്കെ ഏരിയകളാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് ലോക നിഗളത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണം. ഓക്കെ, കർത്താവ് സകല വേൾഡ്ലി പ്രൈഡ്, ലോക നിഗളത്തിൽ നിന്നും കർത്താവ് ഒഴിഞ്ഞിരുന്നു. കർത്താവ് ഈ ലോകത്തിലെ ഒരു മെസ്സിഹായ്ക്കായിട്ട് യഹൂദന്മാർ കാത്തിരുന്നപ്പോൾ അവരുടെ വിചാരം എങ്ങനെയായിരുന്നു? ഒരു കിങ് ആയിട്ട്, ഒരു രാജാവായിട്ട്, അവരെ രക്ഷിക്കുന്ന ഒരു രാജാവായിട്ടായിരിക്കും മെസ്സിഹ വരുന്നതെന്നാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത്. കർത്താവിന് അങ്ങനെ വേണമെങ്കിൽ വരാമായിരുന്നു, കർത്താവിന് അങ്ങനെ വേണമെങ്കിൽ ഈ ലോകത്തിലേക്ക് തന്നെ വെളിപ്പെടുത്താമായിരുന്നു. പക്ഷേ കർത്താവ് അങ്ങനെയല്ല ചെയ്തത്. ആ ലോക നിഗളങ്ങളിലേക്ക് ഒന്നും പോകാതെ തന്നെ താഴ്ത്തി ഇവിടെ മനുഷ്യനായിട്ട് ഇവിടെ ജനിക്കുകയാണ് ചെയ്തത്. മനുഷ്യനായിട്ട് ജനിച്ചു, നമ്മുടെ ഇടയിൽ വസിച്ചു, നമുക്ക് കാണിച്ചു തന്നു എങ്ങനെ ജീവിക്കണമെന്ന്, എങ്ങനെ ദൈവത്തെ പ്രീതിപ്പെടുത്തി നമ്മൾ എങ്ങനെ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കണമെന്ന്, എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് എന്നൊക്കെ നമുക്ക് കാണിച്ചു തന്ന ഒരു കർത്താവാണ് നമ്മുടെ മുൻപിലുള്ളത്. അപ്പോൾ ഒന്നാമതായി നമുക്ക് താഴ്മ വരേണ്ടുന്ന ഒരു ഏരിയയാണ് ലോക നിഗളങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണം. കർത്താവ് ആ മാതൃക നമ്മുടെ മുൻപിൽ വളരെ വ്യക്തമായിട്ട് കാണിച്ചു തന്നു. പിന്നെ തൻ്റെ കാഴ്ചപ്പാടിൽ, ഇൻ ഹിസ് ലുക്സ്, ഓക്കെ, നമ്മളെ കാണുമ്പോൾ ആ കാഴ്ചയിൽ പോലും കർത്താവ് വളരെ സിമ്പിളായിട്ടാണ് ജീവിച്ചിരുന്നത്. യെശയ്യാ പ്രവചനം 53-ാം അധ്യായം 2-ാം വാക്യം നമുക്ക് വായിക്കാം. അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്ത് നിന്ന് വേർ മുളയ്ക്കുന്നത് പോലെയും അവൻ്റെ മുമ്പാകെ വളരും. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. ഇങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാട് കർത്താവിനെ കുറിച്ച് ഇവിടെ പ്രവാചകന് വ്യക്തമായിട്ട് കാണിച്ചു തരികയാണ്. കർത്താവിൻ്റെ രൂപം എങ്ങനെയായിരുന്നു എന്നുള്ള, എന്തൊക്കെയായിരുന്നു? അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല. കർത്താവിന് വേണമെങ്കിൽ എത്രയോ വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള, വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള രീതിയിലൊക്കെ കർത്താവിന് ഈ ലോകത്തിലേക്ക് വരാമായിരുന്നു. പക്ഷെ കർത്താവ് അങ്ങനെയല്ല, വളരെ സിമ്പിൾ ലൈഫാണ് കർത്താവ് ഈ ലോകത്തിൽ നമുക്ക് ജീവിച്ച് കാണിച്ചത്. ഓക്കെ, സൗന്ദര്യത്തെയോ ലക്ഷറിയോ ഒന്നും ഞാൻ എതിർത്ത് പറയുകയല്ല, പക്ഷേ നമ്മൾക്ക് അതിലെല്ലാം ഒരു സിംപ്ലിസിറ്റി ഉണ്ടായിരിക്കണം എന്നാണ് ഞാൻ ഈ വാക്യത്തിലൂടെ ഉദ്ദേശിച്ചത്. നമ്മളെ കാണുന്നവർ ഇവരോടൊന്നും അടുക്കാൻ പറ്റുന്നവരല്ല, ഇവരോടൊന്നും നമുക്ക് മിണ്ടാൻ പറ്റുന്നവരല്ല, അവരൊന്നും നമ്മളെ അംഗീകരിക്കുകയില്ല എന്നുള്ള ഒരു ചിന്ത മറ്റുള്ളവർക്ക് വരുന്ന രീതിയിലായിരിക്കരുത് നമ്മളെ കാണുന്നവർക്ക് തോന്നുന്നത്, നമ്മളോട് ഇടപെടുന്നവർക്ക് തോന്നുന്നത്. അല്ലാതെ നല്ല വസ്ത്രം ധരിക്കരുതെന്നോ കീറിപ്പറഞ്ഞത് ധരിക്കണമെന്നോ എന്നൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ആ ഒരു കർത്താവിൻ്റെ ആ കാഴ്ചപ്പാടിൽ കർത്താവിനെ കാണുന്നവർക്ക് ആ കർത്താവിനോട് ഒരു അടുത്തേക്ക് കടന്നു വരുവാനായിട്ടുള്ള ഒരു താഴ്മ എല്ലാവർക്കും ഫീൽ ചെയ്യുമായിരുന്നു കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ. എത്ര വളരെ നന്നായിട്ട് നമ്മളിപ്പം വളരെ ഗ്ലാമറസ് ആയിട്ടൊക്കെ ഒരുങ്ങിയൊക്കെ വന്നാലും നമ്മളുടെ ഉള്ളിലൊരു താഴ്മയുണ്ടെങ്കിൽ മറ്റുള്ളവരെയും അംഗീകരിക്കുവാൻ, മറ്റുള്ളവരെ അവരായിരിക്കുന്ന രീതിയിൽ തന്നെ അംഗീകരിക്കുവാനുള്ള ഒരു കൃപ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ എത്ര ഗ്ലാമറസ് ആയിട്ട് വന്നാലും, എത്ര ലക്ഷൂറിയസ് വെഹിക്കിൾസിലാണെങ്കിലും ലക്ഷൂറിയസ് രീതിയിൽ നമ്മൾ ജീവിച്ചാലും നമ്മുടെ ഉള്ളിൽ ഈ താഴ്മയുണ്ടെങ്കിൽ നമ്മളൊരു അപ്രോച്ചബിൾ പേഴ്സൺ ആയിട്ട് ഇരിക്കും.
അതുപോലെ മൂന്നാമത്തെ അതിനോട് ചേർന്ന് തന്നെ നമുക്ക് വേറൊരു വാക്യം കൂടെ വായിക്കാം കാഴ്ചപ്പാടിനെ പറ്റി. ഫിലിപ്പിയർ 2:8. ദൈവം യേശുക്രിസ്തു മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ കാഴ്ചപ്പാടിൽ നമ്മൾ കാണുമ്പോൾ നമുക്ക് ആളുകൾക്ക് നമ്മുടെ ഉള്ളിലുള്ള ആ താഴ്മ തിരിച്ചറിയാനായിട്ട് സാധിക്കണം. മൂന്നാമത്തെ കാര്യം ഈ വാക്യത്തിൽ നിന്ന് ആ കാഴ്ചപ്പാടിനെ പറ്റി നമുക്ക് ചിന്തിക്കാം. മറ്റൊരു കാര്യം അത് അനുസരണം. ആ കർത്താവ് തൻ്റെ പിതാവിനോട് അനുസരണമുള്ളവനായിരുന്നു. ആ ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തി അനുസരണമുള്ളവനായി തീരുന്നു. കഷ്ടപ്പാടുകളും കാര്യങ്ങളും വന്നപ്പോൾ കർത്താവിന് എനിക്ക് ക്രൂശ് വേണ്ട എന്ന് പറയാമായിരുന്നു. എങ്കിലും പിതാവ് എന്നെ അയച്ച ഒരു പദ്ധതി ഇതാണ്. ഞാൻ അതിനെ എന്നെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചിരിക്കുന്നു. ഞാനത് മരണത്തോളം അത് അനുസരിക്കും എന്ന ഉറപ്പോടുകൂടി തൻ്റെ പിതാവിനോട് ചേർന്ന് പിതാവിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ അനുസരണമുള്ളവനായി ഈ കർത്താവ് നമ്മൾക്ക് മാതൃക കാണിച്ചു തന്നു. അപ്പോൾ നമുക്ക് താഴ്മയോടെ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നമ്മൾ അനുസരണമുള്ളവരായിരിക്കും. കർത്താവിൻ്റെ ഹിതം വിട്ട് വേറൊന്നും ചെയ്യുവാൻ താല്പര്യപ്പെടുന്നവരായിരിക്കുകയില്ല. നാലാമത്തെ കാര്യം, ലോകജയത്തിൽ നിന്നും കർത്താവ് ആ ഏരിയയിൽ ലോകജയത്തിൻ്റെ കാര്യത്തിലും കർത്താവ് താഴ്മ കാണിച്ചു. യെശയ്യാവ് 53:3 വരാം. മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവൻ അവൻ നിന്ദിതനായി തീർന്നു. നാം അവനെ ആദരിച്ചതുമില്ല. അപ്പോൾ എന്തൊക്കെയാണ് കർത്താവിന് അവിടെ സംഭവിച്ചത്? മനുഷ്യനാൽ നിന്ദിക്കപ്പെട്ടു, ത്യജിക്കപ്പെട്ടു, വ്യസനപാത്രമായി തീർന്നു, രോഗം ശീലിച്ചു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളഞ്ഞു, അവനെ ആദരിച്ചതുമില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പലരും ആദരിച്ചില്ല എന്ന് വരാം, നമ്മെ നിന്ദിച്ചെന്ന് വരാം, നമ്മളെ ഒരു വ്യസന പാത്രമായി കരുതി നമ്മളോട് അടുത്ത് വരാതെ ഇരുന്നെന്നിരിക്കാം. നമ്മളെ നിന്ദിക്കുമ്പോഴും ചിലർക്ക് നമ്മളുടെ മുഖത്തോട് നോക്കാൻ പോലാത്ത വണ്ണം പോലും അവർ നമ്മുടെ അടുത്തുനിന്ന് മാറിപ്പോയിരിക്കാം. പലപ്പോഴും രോഗങ്ങളാൽ തന്നെ നമ്മൾ തളർന്നു പോയവരായിരിക്കാം. ചില രോഗങ്ങൾ വരുമ്പോൾ ചിലരൊന്ന് തിരിഞ്ഞു നോക്കുക പോലുമില്ല, അതുപോലെ വികൃതമായി തീരാറുണ്ട്. ചില രോഗങ്ങൾ വരുമ്പോൾ നമ്മളോട് അടുത്ത് പറ്റാതെ വണ്ണം ഉള്ള സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ടാകാം. പല രീതിയിലും നമ്മൾ സക്സസ്ഫുൾ അല്ല എന്ന് ലോകത്തിലുള്ളവർക്കും നമുക്ക് തന്നെയും ചില സമയങ്ങളിൽ തോന്നിപ്പോയേക്കാം. എങ്കിലും ആ സമയത്ത് നമുക്ക് നമ്മുടെ കർത്താവിനെ ഓർക്കാം. കർത്താവ് ഈ ലോകം ജയമെന്ന് കരുതുന്ന, ഈ ലോകം സക്സസ് എന്ന് കരുതുന്ന പല കാര്യങ്ങളിൽ നിന്നും കർത്താവ് മാറിയിരുന്നു. ആ ത്യജിക്കപ്പെട്ട അവസ്ഥ മറ്റുള്ളവരെല്ലാം കരുതും അവന് സക്സസ് ഇല്ല എന്നുള്ള രീതിയിൽ. നിന്ദിക്കപ്പെടുമ്പോഴും പലപ്പോഴും വിചാരിക്കും അവനെ ഒരു രക്ഷയുമില്ല, അവൻ്റെ ജീവിതത്തിൽ ഒരു രക്ഷയും ഉണ്ടാകില്ല എന്നൊക്കെ പറയുമായിരിക്കും. പക്ഷേ കർത്താവ് എന്താണ്? ആത്യന്തികമായ വിജയം കർത്താവ് നേടിയെടുത്തു. ക്രൂശിലെ മരണം കൊണ്ട് പിശാചിൻ്റെ മേൽ കർത്താവ് ജയം നേടിയെടുത്തു. ഈ ലോകത്തെ ജയിക്കുവാനുള്ള ഒരു ശക്തി നേടിയെടുത്തു. ആ ശക്തി അവിടെ കൊണ്ട് നിൽക്കുകയല്ല, അത് കർത്താവ് നമ്മളിലേക്കും തന്നു. ഇങ്ങനെയുള്ള ഒരു വലിയ വിക്ടറിയാണ് ദൈവം നമുക്ക് തന്നത്. അപ്പോൾ ആ താഴ്മ കൊണ്ട് ഈ ലോകം കരുതുന്ന സക്സസ്സിൽ നിന്ന്, ഈ ലോകം കരുതുന്ന വിക്ടറിയിൽ നിന്ന് ദൈവം ആ ലെവലിലും കർത്താവ് തൻ്റെ താഴ്മ കീപ്പ് ചെയ്തു. ലോകത്തിൻ്റെ ആ സക്സസ് ലെവലിലേക്കല്ല ദൈവം ചിന്തിച്ചത്. യേശുക്രിസ്തു നമുക്ക് കാണിച്ചത്, യെസ്, ഞാൻ എൻ്റെ താഴ്മ കൊണ്ട്, ഞാൻ എൻ്റെ സ്നേഹം കൊണ്ട് ഞാൻ ഈ ലോകത്തെ ജയിക്കും. കർത്താവ് ആ ഒരു സ്നേഹം, ആ ഒരു താഴ്മ കൊണ്ടാണ് കർത്താവ് പാപികളായവരെയും ചുങ്കക്കാരെയും എല്ലാവരെയും ഒരു വേശ്യകളെയും എല്ലാവരെയും കർത്താവിന് തൻ്റെ സന്നിധിയിലേക്ക്, തൻ്റെ രാജ്യത്തിലേക്ക് സ്വീകരിക്കാനായിട്ട് സാധിച്ചത്.
ആ സമയത്തും പരീശന്മാരും സദൂക്യരും പലരും ഒക്കെയും പറഞ്ഞു, ഈ ഗുരു എന്താണ് ചെയ്യുന്നത്? അവൻ പാപികളോടും ചുങ്കക്കാരോടും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. അവർക്കൊക്കെ അതൊരു സക്സസ് അല്ലായിരുന്നു. അവർക്കൊക്കെ അത് നോക്കുമ്പോൾ അതൊരു നിന്ദിക്കപ്പെട്ടവരുടെ ഒരു അവസ്ഥയായിരുന്നു. ഒരു ദൈവത്തിൻ്റെ ദാസൻ എന്നുള്ള ഒരാൾ അങ്ങനെ ചെയ്യുകയില്ല എന്നാണ് അവർ വിചാരിച്ചത്. അവർക്ക് അതുകൊണ്ട് ഇതൊക്കെയും ഒരു കർത്താവ് ഒരു ജയിച്ചവനായിട്ട് അവർക്കൊരിക്കലും തോന്നിയില്ല. പക്ഷേ നാം നോക്കിയാൽ നമുക്ക് എന്ത് മനസ്സിലാകും? ആ പരീശന്മാർക്കോ സദൂക്യർക്കോ അവിടെയുള്ള പല മതപണ്ഡിതന്മാർക്കോ നേടിയെടുക്കാൻ പറ്റാത്ത, ആ യഹൂദന്മാരിലെ പല ഹീറോസിനും നേടിയെടുക്കാൻ പറ്റുന്നതിനേക്കാൾ ഉള്ള എത്രയോ പേരുടെ ഹൃദയങ്ങളിലാണ് കർത്താവിന് വസിക്കുവാൻ സാധിച്ചത്. കർത്താവ് എവിടെ പോയാലും കർത്താവിൻ്റെ അടുക്കിലേക്ക് ആളുകൾ ഓടി വരുമായിരുന്നു. അപ്പോൾ ആരാണ് ഇവിടെ സക്സസ്ഫുൾ ആയിട്ടുള്ളത്? ആ യേശുവിനെ ലോകത്തിൽ ജയിച്ചു നിൽക്കുന്നു, ഞങ്ങൾ വളരെ സക്സസ്ഫുൾ ആണെന്ന് പറഞ്ഞിരുന്ന ആ പരീശന്മാരും മതപണ്ഡിതന്മാരും അവിടുത്തെ ഹീറോസ് ആയിരുന്നോ? നമ്മുടെ ചുറ്റുമുള്ള ഹീറോസ് ആണോ? അല്ല. കർത്താവിൻ്റെ അടുക്കിലേക്കാണ്, കർത്താവിനെയാണ് അവിടെ പലരും ഹീറോയായിട്ട് കണ്ടത്. കർത്താവിനെയാണ് തങ്ങളുടെ ഒരു രക്ഷിതാവായിട്ട് അവർ കാണാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഇവിടെ റിയലി സക്സസ്ഫുൾ ആരാണെന്നുള്ളതും എങ്ങനെയാണ് ആ സക്സസ് വന്നതെന്നുള്ളതും നമുക്ക് കർത്താവിൻ്റെ ഈ താഴ്മയുള്ള ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പിന്നീട് വേറൊരു കാര്യം നമുക്ക്, അഞ്ചാമത്തായി ഒരു കാര്യം നമുക്ക് നോക്കാവുന്നത്, കർത്താവിന് ഒരു സ്ഥാന വലിപ്പമോ പ്രശസ്തിയോ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 23-ാം വാക്യത്തിലേക്ക് നമുക്ക് നോക്കാം. യോസഫ്, അവിടെ അവനെന്ന് പറയുന്നത് യോസഫ് അവിടെ നിന്ന് നസ്രയൻ എന്ന് വിളിക്കപ്പെടുമെന്ന് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത് നിവൃത്തിയാകുവാൻ തക്കവണ്ണം നസ്രേത്ത് എന്ന ഗ്രാമത്തിൽ ചെന്ന് പാർത്തു. യോസേഫും മറിയയും പൈതലായി യേശുവിനെയും കൊണ്ട് എവിടേക്കാണ് ചെന്ന് താമസിച്ചത്? നസ്രയൻ എന്ന് വിളിക്കപ്പെടുവാൻ നസ്രേത്ത് എന്ന പട്ടണത്തിലേക്ക് ചെന്ന് പാർത്തു. അവിടെ യെരുശലേമിലോ ഒന്നും അവിടുത്തെ വലിയ വലിയ ആൾക്കാർ ജീവിക്കുന്ന സ്ഥലങ്ങളിലോ ഒന്നുമല്ല അവിടെ യേശു പാർത്തത് വളരെ അധികം ഒന്നും പ്രശസ്തിയൊന്നുമില്ലാത്ത നസ്രേത്തിലേക്കാണ് പോയി പാർത്തത്. അതുകൊണ്ടാണ് നസ്രേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് പോലും പലരും ചിന്തിച്ചു പോയത്. അവിടെ നസ്രയനായ യേശു എന്ന് വിളിക്കപ്പെടുവാൻ തക്കവണ്ണം അവൻ നസ്രേത്തിൽ ചെന്ന് പാർത്തതായിട്ട് നാം കാണുന്നു. അവിടെ അപ്പോൾ നാം കാണുന്നത് കർത്താവ് അവിടെ സ്ഥാനവലിപ്പമോ പ്രശസ്തിയോ ഒന്നും നോക്കാതെ അവിടെ നസ്രയൻ എന്ന പേർ വിളിക്കപ്പെടുവാൻ തക്കവണ്ണം ആ രീതിയിൽ വളർന്നു വന്നതായിട്ട് നാം കാണുന്നുണ്ട്. അപ്പോൾ ഈ ലോകത്തിൽ നമുക്ക് പലപ്പോഴും സ്ഥാനങ്ങളോ പലപ്പോഴും പ്രശസ്തിയോ ഒന്നും ലഭിച്ചില്ല എന്നിരിക്കാം. പലരും കർത്താവിൻ്റെ സന്നിധിയിൽ വളരെ വിശ്വസ്തയോടെ വേല ചെയ്യുന്നവർ കാണും. പക്ഷേ പലരെയും പോലെ പ്രശസ്തിയോ സ്ഥാനവലിപ്പങ്ങളോ വളരെ ഇമ്പോർട്ടൻറ്റ് പൊസിഷൻസോ ഒന്നും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കില്ല. എങ്കിലും നിങ്ങൾക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ തന്നെ താഴ്ത്തി ഏൽപ്പിച്ച് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ അതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. കാരണം കർത്താവിന് സ്ഥാനവലിപ്പമോ കർത്താവിന് പ്രശസ്തിയോ ഇല്ലായിരുന്നു. പക്ഷേ എങ്കിൽ പോലും അവനെ കുറിച്ചുള്ള ശ്രുതി പലയിടത്തും പരന്നു. അവൻ്റെ അടുക്കിലേക്ക്, കർത്താവിൻ്റെ അടുക്കിലേക്ക് ആളുകൾ കൂട്ടമായിട്ട് വന്നതായിട്ട് നാം കാണുന്നു. അതൊന്നും കർത്താവ് വലിയ പ്രശസ്തി കാണിക്കാൻ വേണ്ടി കർത്താവ് ഒന്നും ചെയ്തില്ല. പക്ഷേ കർത്താവിൻ്റെ ആ താഴ്മ കൊണ്ട് കർത്താവിൻ്റെ അടുക്കിലേക്ക് ജനങ്ങൾ ഓടി വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ കർത്താവ് വലിയ സ്ഥാനങ്ങളോ എനിക്ക് വലിയ പേരുകളോ എനിക്ക് വലിയ ഒരു ഓഫീസോ എന്തെങ്കിലുമൊക്കെ വേണമെന്നൊന്നും കർത്താവ് അവിടെ ആഗ്രഹിച്ചില്ല. പക്ഷേ എങ്കിൽ പോലും കർത്താവിൻ്റെ ഹിതത്തിനനുസരിച്ച് മുൻപോട്ട് നീങ്ങുവാനായിട്ട് ജനം തൻ്റെ അടുക്കിലേക്ക് വരുന്നതാണ് കർത്താവിൻ്റെ ശിഷ്യന്മാർക്കും അവിടെയുള്ള ജനങ്ങൾക്കും എല്ലാം കാണുവാനായിട്ട് സാധിച്ചത്. അപ്പോൾ കർത്താവ് താഴ്മ കാണിച്ച മറ്റൊരു ഏരിയയാണ് സ്ഥാനങ്ങളിൽ
പ്രശസ്തികളിൽ ഇതൊന്നും ആഗ്രഹിക്കാതെ താഴ്മയുള്ളവനായിട്ട് ജീവിക്കുന്നതായിട്ട്. അതൊന്നും നമുക്ക് വരില്ല എന്നല്ല, അതൊക്കെ നമുക്ക് വരും. പക്ഷേ നമ്മൾ ആ സമയത്തും നിഗളിച്ചു പോകുവാനായിട്ട് ഇടവരരുത്. ഇതൊന്നും ഇല്ല എങ്കിൽ പോലും ഞാൻ കർത്താവിനായിട്ട് ജീവിക്കുമെന്നുള്ള ഒരു ഉറപ്പോടെ നമ്മൾ ജീവിക്കണം. പിന്നെയുള്ളത് ധനപരമായ ഒരു താഴ്ചയാണ് കർത്താവിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. കർത്താവിന് അവിടെ ഒന്നും പ്രത്യേകിച്ച് ഉണ്ടായിരുന്നതായിട്ട് നമ്മൾ വായിക്കുന്നില്ല. അവിടെ അതിന് വ്യക്തമായിട്ടുള്ള വാക്യവും കർത്താവ് പറയുന്നുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 20-ാം വാക്യം, യേശു അവനോട്, കുറുനരികൾക്ക് കുഴികളും ആകാശത്തിലെ പറവകൾക്ക് കൂടുകളുമുണ്ട്, മനുഷ്യപുത്രനോ തലം ചായ്പാൻ ഇടമില്ല എന്ന് പറഞ്ഞു. അപ്പം മനുഷ്യപുത്രൻ എന്ന് തന്നെക്കുറിച്ച് തന്നെ പറയുകയാണ്, തല ചായ്പാൻ ഇടമില്ല എന്ന് കർത്താവ് പറയുകയാണ്. കുറുക്കന്മാർക്ക് കുഴികളുണ്ട്, ആകാശത്തിലെ പറവുകൾക്ക് കൂടുണ്ട്, പക്ഷേ മനുഷ്യപുത്രന് തല ചായ്പാൻ ഇടമില്ല. അതായത് കർത്താവ് പറയുന്നത്, എൻ്റെ കയ്യിലൊന്നുമില്ല, ഞാൻ എല്ലാം വിട്ടാണ്, എനിക്ക് വേണമെങ്കിൽ എല്ലാം ആകാം, പക്ഷേ എനിക്കൊന്നുമില്ല എന്നുള്ള ആ ഒരു അവസ്ഥയിലാണ് കർത്താവ് ഇവിടെ ജീവിക്കുന്നത്. വേറൊരു സംഭവത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അവർക്ക് ടാക്സ് കൊടുക്കുവാനായിട്ട് കർത്താവ് എന്താ പത്രോസിനോട് പറയുന്നത്, ഇപ്പോൾ ഒരു മീനെ പിടിച്ചുകൊണ്ട് വരാൻ, ആ മീനിൻ്റെ വാ തുറക്കാൻ പറയുന്നു. ആ വായിൽ തുറക്കുമ്പോൾ അതിൽ നിന്ന് 2 ദ്രഹ്മ കിട്ടുന്നുണ്ട്. അതിൽ 1 എടുത്ത് നിൻ്റേതും 1 എൻ്റെയും ടാക്സ് കൊടുത്താളാനായിട്ട് കർത്താവ് പറയുന്നതായിട്ട് നമുക്കറിയാം. അപ്പോൾ ഫൈനാൻഷ്യലി ഉള്ള ഒരു വീക്ക്നെസ്, ഫൈനാൻഷ്യൽ വീക്ക്നെസ് അല്ലെങ്കിൽ ആ ഏരിയയിലുള്ള ഒരു താഴ്ചയും കർത്താവ് അനുഭവിച്ചു. അപ്പോൾ നമ്മൾ ഫൈനാൻഷ്യൽ ക്രൈസിസിലൂടെയോ വീക്ക്നെസ്സിലൂടെയോ നമ്മൾ കടന്നു പോകുമ്പോഴും നമ്മൾ എന്താ ആലോചിക്കേണ്ടത്, കർത്താവ് ഈ അവസ്ഥയിലൂടെ കടന്നുപോയി, എങ്കിലും കർത്താവിന് ആവശ്യമുള്ളതൊക്കെയും കർത്താവ് കൊടുത്തു. കർത്താവിന് ആവശ്യമുള്ള ഭക്ഷണം കിട്ടി, കർത്താവിന് ആവശ്യമുള്ള വിശ്രമത്തിനുള്ള സ്ഥലം കിട്ടി, കർത്താവിന് എല്ലാം ലഭിച്ചു തക്ക സമയങ്ങളിൽ. അപ്പോൾ ഞാൻ ഫൈനാൻഷ്യലി വീക്കാണ്, ഫൈനാൻഷ്യലി എൻ്റെ ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ ഓർത്ത് നമ്മളിങ്ങനെ വിഷമിച്ച് ഡൗൺ ആകുവാനായിട്ടല്ല, പക്ഷേ എൻ്റെ കർത്താവ് കടന്നുപോയ അവസ്ഥകളിലൂടെ ഞാനും കടന്നു പോകുമ്പോൾ എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ആ ഒരു താഴ്മയോട് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് വിഷമിക്കുവാനോ അഹങ്കരിക്കുവാനോ ഒന്നും ഇടവരികയില്ല. പിന്നെ കർത്താവിനെ കുറിച്ച് നമ്മൾ കാണുന്നത് കർത്താവിൻ്റെ തൻ്റെ ആ പഠിപ്പിക്കുന്ന രീതികളിലാണ്. പഠിപ്പിക്കുന്ന രീതികളിൽ ഗണനീയത്തിൽ ഒരു എല്ലാ കാര്യങ്ങളെയും കൺസിഡർ ചെയ്യുന്നത് ദൈവം വളരെ വളരെ താഴ്മയോടെയായിരുന്നു. അന്നത്തെ മതപണ്ഡിതന്മാരൊക്കെയും പഠിപ്പിക്കുമ്പോഴൊക്കെയും വളരെ കട്ടിയായിട്ട് കാര്യങ്ങൾ പഠിപ്പിക്കുകയായിരുന്നു. അത് പലപ്പോഴും ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. വളരെ ചിലർക്ക് ഒരു ചിന്തയുണ്ട്, ബൈബിൾ കോളേജിലൊന്നും പഠിച്ചില്ല എങ്കിൽ നമുക്ക് ശരിക്ക് വചനം മനസ്സിലാകില്ല. ബൈബിൾ കോളേജിൽ പഠിക്കുന്നത് നല്ലതാണ്, നമ്മൾ വചനം പഠിക്കണം, നല്ലതാണ്. പക്ഷെ ഇതൊന്നും പഠിക്കാൻ സാധിക്കാഞ്ഞവർക്ക് ദൈവത്തെ മനസ്സിലാകില്ല, ദൈവവചനം മനസ്സിലാകില്ല എന്നൊന്നും നമ്മൾ വിചാരിക്കരുത്. കർത്താവ് എങ്ങനെയാണ് ജനത്തെ അന്ന് പഠിപ്പിച്ചത്? മത്തായി 13:35 നാം ഇപ്രകാരം വായിക്കുന്നു, ഞാൻ ഉപമ പ്രസ്താവിപ്പാൻ വായ് തുറക്കും, ലോകസ്ഥാപനം മുതൽ ഗൂഢമായത് ഉച്ചരിക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞത് നിവർത്തിയാകുവാൻ സംഗതി വന്നു. കർത്താവ് അവിടെ എങ്ങനെയാണ് അവരെ പഠിപ്പിച്ചത്? അവരെ പഠിപ്പിച്ചത് ഉപമകളാൽ, വളരെ സിമ്പിൾ സ്റ്റോറീസ്. കോമൺ മാനിൻ്റെ ലൈഫിൽ നിന്ന് എടുത്ത് പറയുന്ന സംഭവങ്ങളെ ചേർത്താണ് കർത്താവ് പലപ്പോഴും ഉപമകൾ പറഞ്ഞത്. അതുകൊണ്ട് അന്നുള്ളവർക്ക് അത് മനസ്സിലാകുവാനായിട്ട് എളുപ്പമുണ്ടായിരുന്നു. അപ്പോൾ കർത്താവ് ആളുകളെ കൺസിഡർ ചെയ്തുകൊണ്ട് അവരെ പഠിപ്പിക്കുന്ന രീതികളിലും ഒരു താഴ്മ കർത്താവ് കാണിച്ചു. അതുകൊണ്ട് അവർക്ക് വചനം വ്യക്തമായിട്ട് മനസ്സിലായി. ദൈവത്തെ ആ പിതാവ് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കുവാനായിട്ട് അവർക്കും സാധിച്ചു. പിന്നെ തൻ്റെ രാജത്വത്തിലാണ് കർത്താവ് നമ്മളെ താഴ്മ കാണിച്ചത്. കർത്താവ് രാജാവാണ്. അവൻ ഭൂമിയിൽ മനുഷ്യനായി ജീവിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അവൻ പൂർണ്ണ ദൈവമായിരുന്നു എന്നുള്ളത്. പക്ഷേ തൻ്റെ ആ ഒരു രാജത്വം, തൻ്റെ ആ സോവറിനിറ്റിയെ പോലും മാറ്റിവെച്ചുകൊണ്ടാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് ചേർന്ന് പല പ്രവൃത്തികളും ചെയ്തത്. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 5-ാം വാക്യം നമുക്ക് വായിക്കാം.
ഒരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തുണി കൊണ്ട് തുവർത്തുവാനും തുടങ്ങി. കർത്താവ് പെസഹ ലാസ്റ്റ് സപ്പറിൻ്റെ സമയത്ത് തൻ്റെ ശിഷ്യന്മാരോട് ചേർന്ന് ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് കർത്താവ് എന്താ ചെയ്തേ? ഒരു തുവർത്ത് എടുത്ത് അരയിൽ ചുറ്റി പാത്രത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരയിൽ ചുറ്റിരുന്ന തുണി കൊണ്ട് തുവർത്തുവാനും തുടങ്ങി. അപ്പം ഈ രാജാവായ നമ്മുടെ കർത്താവ്, ഈ അവരുടെ ഗുരുവായ കർത്താവ് എന്താണ് ഈ ശിഷ്യന്മാരുടെ കാലുകളെ കഴുകി എന്താണ് ഇവിടെ ചെയ്യുന്നത്? ആ കാലുകളെ കർത്താവ് തന്നെ കഴുകുകയാണ്. ദാസന്മാർ ചെയ്യുന്ന ആ പ്രവൃത്തി, താനൊരു രാജാവാണെന്നോ താൻ കർത്താവാണെന്നോ ഉള്ള ആ ഒരു രീതി അവരോട് കാണിക്കാതെ താഴ്മ ഒരു അവസ്ഥ അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഒരു ദാസന്റെ അവസ്ഥയിൽ പോലും ദാസന്റെ അവസ്ഥയിൽ നമ്മൾക്ക് ജീവിക്കുവാനുള്ള ഒരു ഹൃദയം നമ്മൾക്ക് വേണമെന്ന് കർത്താവ് നമ്മളെ അവിടെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ ഈ താഴ്മ നമ്മുടെ ഉള്ളിൽ വരിക എന്നുള്ളതാണ് ഒരു മേജർ ചലഞ്ച്. ഓക്കെ, ഈ ചലഞ്ച് നമ്മൾ ഓവർകം ചെയ്യണം. നമ്മൾ ഈ ചലഞ്ചിനെ നമ്മൾ നേരിടണം. നമ്മൾ മുൻപോട്ട് നമ്മുടെ എല്ലാ ഏരിയകളിലും നമ്മളെ ഒരു കർത്താവ് എനിക്കിങ്ങനെയുള്ള ഒരു താഴ്മയാണ് കാണിച്ചു തന്നെ. ക്രിസ്തുവിൽ ഫിലിപ്പിയ ലേഖനത്തിൻ്റെ 2-5 വാക്യത്തിൽ പറയുന്നത് പോലെ ക്രിസ്തുവിലുള്ള അതേ ആറ്റിറ്റ്യൂഡ് തന്നെ, അതേ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞ അതേ കാര്യം, അതേ ഭാവം. ഏത് ഭാവമാണ്? അത് താഴ്മ. ഫിലിപ്പിയ ലേഖനം 2 താഴേക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ആ താഴ്മയെ പറ്റിയാണ് അത് അവിടെ പറയുന്നത്. ആ അനുസരണത്തെ പറ്റിയാണ് അവിടെ പറയുന്നത്. അതേ ഭാവം നമ്മളിൽ ഉണ്ടായിരിക്കണം. ഈ ഭാവം നമ്മളിലുണ്ടായിരിക്കുമ്പോൾ മാത്രമേ ദൈവഹിതത്തെ തിരിച്ചറിയുവാനും ദൈവത്തിൽ പൂർണ്ണമായിട്ട് ട്രസ്റ്റ് ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ദൈവത്തെ പൂർണ്ണമായിട്ട് ട്രസ്റ്റ് ചെയ്യുവാൻ നമുക്ക് സാധിക്കുമ്പോൾ നമ്മളെ തന്നെ നാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കും. ആ സമയത്താണ് നമുക്ക് ഒരു ഭാരവുമില്ലാതെ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. കർത്താവ് എന്നെ കരുതിക്കൊള്ളും, കർത്താവിൻ്റെ ഇതൊന്നും എനിക്ക് ഭാരമല്ല, എൻ്റെ മേലുള്ള ചുമട്, എൻ്റെ മുഖം, ഇതൊക്കെയും എൻ്റെ കർത്താവ് ചുമന്നുകൊണ്ടിരിക്കുകയാണ്, ഇതൊന്നും എനിക്ക് ഭാരമല്ല, എൻ്റെ കർത്താവ് അറിയാതെ എനിക്കൊന്നും സംഭവിക്കില്ല എന്നുള്ള ഒരു ഉറപ്പ് നമ്മുടെ ഉള്ളിലേക്ക് വരും. ഇങ്ങനെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ നിങ്ങളുടെ മുഖം മൃദുവും ചുമട് ലഘുവുമാണെന്നുള്ള ഒരു അനുഭവം ഉണ്ടാകുവാനായിട്ട് കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത എപ്പിസോഡിൽ കാണും വരെയും ദൈവം നമ്മളെ ഓരോരുത്തരെയും തൻ്റെ ചിറകടിയിൽ കാത്തുകൊള്ളട്ടെ. ആമേൻ.